ഹലോ ഗൈസ്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും ചായ കുടിക്കാമെന്ന് വെച്ച് കിച്ചണിൽ കയറിയ ഞാനാണ്. അപ്പോൾ അവിടെ കൺമണി നിന്നിട്ട് പാത്രമൊക്കെ കഴുകുന്നുണ്ടായി. കൺമണി വൈഫാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കബോർഡിൻ്റെ സൈഡൊക്കെ പെയിൻറ്റ് പോയിട്ട് ആകെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സീലിങ്ങിൻ്റെ ഒരു ബാക്കി PVC പുറത്തിരിപ്പുണ്ടായി. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് 2 PVC എടുത്ത് സൈഡിന് വെച്ച് ഒരു മാർക്കറും കിട്ടി. അതെടുത്ത് അതിൻ്റെ അടിയിൽ കൂടി വരച്ച് അളവൊക്കെ എടുത്ത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഞാൻ. അപ്പോൾ ഏകദേശം കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ പഴയതുപോലെ എടുത്ത് വെച്ച് റെഡിയാക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ട്. പിന്നെ കുറച്ച് ഭംഗിക്ക് 2 മണി പ്ലാന്റിൻ്റെ ചെടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഭംഗി കൂടിക്കോട്ടെ എന്ന് വിചാരിച്ച്. ഏകദേശം വൃത്തിയായിട്ടുണ്ട്, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ കുറച്ച് അവിൽ വിളയിക്കാമെന്ന് വെച്ച് ശർക്കര എടുത്ത് കൺമണി അതിനിടക്ക് വന്ന് ആ കലമ്പാക്കുന്നുണ്ട്. അപ്പോൾ നെയ്യെടുത്ത് അവലെടുത്ത് ശർക്കര ആവശ്യത്തിന്, പിന്നെ തീ കത്തിച്ച് നമ്മൾ ചട്ടി ചൂടാക്കി സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ചട്ടിയൊക്കെ എടുത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അവൽ വിളയിക്കാമെന്ന് വിചാരിച്ചു. നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ട് ചട്ടി നല്ലോണം അങ്ങോട്ട് കറക്കി നെയ്യൊക്കെ പിടിപ്പിച്ച് അതിനകത്തേക്ക് അവൽ നന്നായിട്ട് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കി ഒരുമാതിരി സെറ്റായി വന്നിട്ടുണ്ട്. സെറ്റായി വന്ന ശേഷം നമുക്ക് കുറച്ച് ശർക്കര പാനിയാക്കാനുണ്ട്. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി കുറച്ച് വെള്ളം എടുത്ത് അതിനകത്ത് ഒഴിക്കണം. വെള്ളം ഞാൻ എടുത്തില്ലായിരുന്നു. ഇപ്പോൾ കുറച്ച് കപ്പിലെടുത്ത് അങ്ങോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോഴത്തേക്കും ശർക്കര അതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി പാനിയാക്കിയിട്ടുണ്ട്. ഏകദേശം കറക്റ്റായിട്ടുണ്ട്, നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ കൊത്തിടണം. തേങ്ങ എടുത്ത് ചെറിയ പീസാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ചീനച്ചട്ടിയിലിട്ടത് നല്ല വഴറ്റിയെടുത്ത് ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ അവൽ അങ്ങോട്ട് തിരിച്ച് വീണ്ടും ഇട്ട് നമ്മുടെ ശർക്കര പാനിയും കറക്റ്റായിട്ട് അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പുറത്തിരുന്ന് അമ്മയൊക്കെ പറയുന്നുണ്ട് നല്ല മണമൊന്നുമില്ല എന്നൊക്കെ. ഏകദേശം സെറ്റായിട്ടുണ്ട്, നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കട്ടൻ ചായയും കൂടി വെച്ച് വെള്ളം വെച്ച് തേയിലേക്ക് ഇട്ട് അങ്ങോട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നല്ല ഗ്ലാസ്സിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്ത് അവലും ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെച്ച് ചായ അങ്ങോട്ട് എടുത്ത് അരിപ്പ വെച്ച് തേയിലേക്ക് അങ്ങോട്ട് അരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. സൂപ്പറായിട്ടുണ്ട്, ഔട്ട്സ്റ്റാൻഡിങ്. ഞാൻ തന്നെ വെച്ചത്. എന്നാലും സംഭവം സൂപ്പറാണ്, കഴിച്ച് കിടുവാണ്. ഒരു ഗ്ലാസ് കട്ടൻ ചായ ചൂടോടെ അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്, വിത്തൗട്ട്